തടിയന്റെവിട നസീറിനെതിരെ ഞെട്ടിക്കുന്ന വിവരങ്ങളുമായി NIA. ജയിലിലെ തടവുകാരെ ഒരുമിച്ച് കൂട്ടി ഭീകരപ്രവർത്തനത്തിന് പുതിയ സംഘമുണ്ടാക്കി. പിടിയിലായ ഡോക്ടറെയും ASIയെയും തീവ്രവാദ റിക്രൂട്ട്മെന്റിന് ഉപയോഗിച്ചു. അറസ്റ്റിലായവരുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കി NIA അന്വേഷണം തുടരുന്നു. എരുമേലിയിൽ വാവൂര് പള്ളിക്ക് സമീപം വാപുര ക്ഷേത്ര നിർമ്മാണവുമായി ഹിന്ദു സംഘടനകൾ മുന്നോട്ട്. നിർമ്മാണത്തിന് മുന്നോടിയായി ബാലാലയ പ്രതിഷ്ഠ നടത്തി. പൂജ നടത്തിയത് അനുമതിയില്ലാതെ ക്ഷേത്രം പണിയരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയ ഭൂമിയിൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വയസ്സിൽ വിരമിക്കണമെന്ന RSS മേധാവിയുടെ പരാമർശം രാഷ്ട്രീയ ചർച്ചയാകുന്നു. മോദി വിരമിക്കുമോ എന്ന ചോദ്യവുമായി പ്രതിപക്ഷം. മോഹൻ ഭാഗവത് ഉദ്ദേശിച്ചത് മോദിയെ എന്ന സഞ്ജയ് റൌത്ത്. ഇളവുണ്ടാകുമെന്ന പരിഹാസവുമായി കോൺഗ്രസ്. കേരള സർവകലാശാലയിൽ ഭരണസ്തംഭനം. രജിസ്ട്രാർ KS അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ VC തിരിച്ചയച്ചു. VCയുടെ നിർദ്ദേശത്തിൽ മിനി കാപ്പൻ ഫയലുകളിൽ തീരുമാനമെടുക്കുന്നു. ഇടപെടണമെന്ന് BJP ഹൈക്കോടതിയിൽ. കേന്ദ്രസേന വേണമെന്നും ആവശ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷിത മണ്ഡലം തേടി മലപ്പുറത്തേക്ക് നേതാക്കൾ വരുന്നത് തടയാൻ മുസ്ലിം ലീഗ്. ജില്ലകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ മതിയെന്ന ആവശ്യം ലീഗിൽ ശക്തമാകുന്നു. മലപ്പുറത്തിന് പുറമെ കാസർഗോഡും ആവശ്യം. ലീഗുമായി ബന്ധപ്പെട്ടു വരുന്ന വാർത്തകൾ തെറ്റെന്ന് കുഞ്ഞാലിക്കുട്ടി. അടിയന്തരാവസ്ഥയെ വിമർശിച്ചതിന് പിന്നാലെ നരേന്ദ്രമോദിയെ പുകഴ്ത്തി ശശി തരൂർ. മോദി വ്യക്തിപ്രഭാവമുള്ള നേതാവ്. കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയങ്ങളിൽ നിന്ന് രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്ന് തരൂർ. ഇഷ്ടമുള്ള പാർട്ടിയിലേക്ക് തരൂരിന് പോകാമെന്ന് K മുരളീധരൻ. കർഷകർക്ക് സൗരോർജ്ജ പമ്പ് നൽകുന്ന PM കുസും പദ്ധതിയിൽ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല. ക്രമക്കേട് നടത്തിയത് വൈദ്യുതി മന്ത്രിയും അനർട്ടുമെന്ന ആരോപണം. 5 കോടിക്ക് പകരം 240 കോടിയുടെ ടെൻഡർ വിളിച്ചെന്ന ആരോപണം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് വാർത്തയാണ് ആദ്യം. എരുമേലിയിൽ വാപുര ക്ഷേത്ര നിർമ്മാണവുമായി ഹിന്ദു സംഘടനകൾ മുന്നോട്ട്. ക്ഷേത്രത്തിന്റെ ബാലാലയ പ്രതിഷ്ഠ ഇന്ന് നടന്നു. വാവൂര് പള്ളിക്ക് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് പൂജകൾ നടന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഹൈക്കോടതി നേരത്തെ ക്ഷേത്ര നിർമ്മാണം നിർത്തിവെപ്പിച്ച ഭൂമിയിലാണ് പൂജകൾ നടന്നത്. പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി മാത്രമേ ക്ഷേത്രം നിർമ്മിക്കാവൂ എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. സാശ്രേതുഭ്യം നമോ നമഃ. ശ്രീഭൂതനാഥ സദാനന്ദ സർവഭൂതദയാ സാശ്രേതുഭ്യം നമോ നമഃ. ശ്രീഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷതുഭ്യം നമോ നമഃ. കൂടുതൽ വിവരങ്ങളുമായി TG സജിത്ത് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, നേരത്തെ തന്നെ ഹിന്ദു സംഘടനകൾ വ്യക്തമാക്കിയതാണ് വാവൂര് പള്ളിയല്ല വേണ്ടത്, വാപുര ക്ഷേത്രമാണ് വേണ്ടത് എന്ന്. ഹൈക്കോടതി ക്ഷേത്രം പണിയുന്നത് വിലക്കിയിരുന്നു. ആ വിലക്കിന് കാരണം പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാത്തതാണ്. അങ്ങനെ ഒരു അനുമതി കിട്ടുന്നതിന് മുൻപേ ഇപ്പോൾ അവിടെ ബാലാലയ പ്രതിഷ്ഠ നടന്നിരിക്കുകയാണല്ലോ. എന്താണ് ഇങ്ങനെ ബാലാലയ പ്രതിഷ്ഠ നടത്തിയത് കൊണ്ട് നിയമലംഘനം ഇല്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിച്ചവർ പറയുന്ന ന്യായം? മഞ്ജുഷ, ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ അനുമതിയില്ല. പ്രാദേശിക സർക്കാരിൻ്റെ തദ്ദേശ സ്ഥാപനത്തിൻ്റെ അനുമതി വേണ്ട. അത്തരം ചട്ടങ്ങളൊന്നും പാലിച്ചില്ല. ഇതാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ വാദം. അതുകൊണ്ടാണ് വിശ്വാസ വിഷയങ്ങളുമായി മുന്നോട്ട് പോവുക, അതിൻ്റെ ഭാഗമായുള്ള പൂജ, പ്രതിഷ്ഠ തുടങ്ങിയ ചടങ്ങുകളൊന്നും നടത്തുന്നതിന് ഇത്തരം തടസ്സങ്ങളൊന്നും ബാധകമല്ല എന്നതാണ് ഇവരുടെ നിലപാടാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോയത്. ഇന്ന് ഈ ക്ഷേത്ര ചടങ്ങുകളുടെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള പൂജകളും മറ്റു ചടങ്ങുകളുമാണ് അവിടെ നടന്നത്. വരും ദിവസങ്ങളിൽ പ്രതിഷ്ഠാ ചടങ്ങുകളും മറ്റു നീക്കങ്ങളും ഉണ്ടാവും. അത് കൂടുതൽ പൊതുജന പങ്കാളിത്തമൊക്കെ ഉറപ്പാക്കുമെന്നതാണ് ഇവർ വാദിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം സ്വദേശിയായ ഒരു സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ, അദ്ദേഹത്തിൻ്റെ സ്ഥലത്താണ് ഈ ക്ഷേത്രം പണിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ബന്ധമില്ല എന്നതാണ് ഹിന്ദു സംഘടനകൾ ഇതുവരെ പറഞ്ഞിരുന്ന വാദം. പക്ഷേ ഇന്നത്തെ ഈ ചടങ്ങിൽ VHPയുടെ സംസ്ഥാന പ്രസിഡന്റ്, RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ സംഘടന എന്ന തരത്തിൽ തങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും ഈ നേതാക്കൾ
ഒക്കെ പിന്തുണ അവിടെ ഉണ്ടാവുന്നുണ്ട് എന്നതാണ് നമുക്ക് കാണാനാവുന്നത്. എന്തായാലും ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കോടതിയുടെ ഇടപെടലിൽ ക്ഷേത്ര നിർമ്മാണം നിർത്തിവെച്ചത് കെട്ടിട നിർമ്മാണത്തിന് മാത്രമാണ്. കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നിർമ്മിച്ചിരുന്ന ചില ഭാഗങ്ങൾ അവിടെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. മറ്റൊരു തടസ്സവും നിയമ ലംഘനവും അവിടെ നടത്തുന്നില്ല എന്നതാണ് അവരുടെ വാദം. ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇനി ഇതിൻ്റെ തുടർ നടപടികളിൽ ചില സംഘർഷ രംഗങ്ങൾ ഒരുപക്ഷെ മതമൈത്രിയോ അല്ലെങ്കിൽ സമുദായങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമെന്ന ആക്ഷേപമൊക്കെ നേരത്തെ ഉയർന്നിരുന്നു. പക്ഷേ അത്തരം ആശങ്കകളൊന്നുമില്ല. അത്തരം സംഘർഷ രംഗങ്ങളോ മറ്റ് തർക്കങ്ങളോ ഒന്നും ഇന്ന് അവിടെ ഉണ്ടായിട്ടില്ല. ആ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വാവര് ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട വാവർ എന്ന സങ്കല്പത്തിന് എതിരല്ല വാപുരൻ എന്ന വാദമാണ് ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവർ ഉയർത്തുന്നത്. ഇതൊരു ഹൈന്ദവ ക്ഷേത്ര വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്, ഇതിന് ചരിത്ര രേഖകളുണ്ട് തുടങ്ങിയതാണ് അവർ ഉന്നയിക്കുന്ന വാദം. എന്തായാലും ഇത് ഒരു നിയമപ്രശ്നമായി നിലവിൽ മുന്നിലില്ല. ഹൈക്കോടതിയിൽ ഒരു പക്ഷേ കൂടുതൽ എന്തെങ്കിലും ഹർജികളോ നീക്കങ്ങളോ ഉണ്ടായെങ്കിൽ ഇതിൻ്റെ തുടർ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതിൽ ദേവസ്വം ബോർഡ് അടക്കമുള്ളവർ എതിർവാദങ്ങളൊന്നുമായി ഇതുവരെയും രംഗത്ത് വന്നിട്ടുമില്ല. ശരി, ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എരുമേലിയിൽ വാവര് പള്ളിക്ക് സമീപത്താണ് ഇങ്ങനെ ഒരു വാപുര ക്ഷേത്രം ഉയരുന്നത്. ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയിട്ടില്ല. അതിന് മുന്നോടിയായിട്ടുള്ള പൂജകളാണ്, ബാലാലയ പ്രതിഷ്ഠയാണ് ഇന്ന് നടന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ജയിലിൽ കിടന്നും തടിയന്റെവിടെ നസീർ തീവ്രവാദ പ്രവർത്തനത്തിനായി മറ്റൊരു സംഘത്തെ തയ്യാറാക്കിയെന്ന് NIA-യുടെ കണ്ടെത്തൽ. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് NIA-യുടെ അന്വേഷണത്തിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത്. നേരത്തെ 3 പേരെ തടിയന്റെവിടെ നസീറിന് സഹായം നൽകിയതിന് അറസ്റ്റ് ചെയ്തിരുന്നു NIA. ജയിലിലെ ഒരു മനഃശാസ്ത്രജ്ഞൻ, അതുപോലെ തന്നെ ASI, മറ്റൊരു പ്രതിയുടെ അമ്മ എന്നിവരെയായിരുന്നു നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് NIA പുതിയ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. ലഷ്കർ ഇ തോയ്ബയുടെ നേതൃത്വത്തിൽ 2023 ബംഗളൂരുവിലെ വിവിധ നഗരങ്ങളിൽ സ്ഫോടനം നടത്താൻ ആസൂത്രണം ചെയ്തിരുന്നു. പക്ഷേ ഈ പദ്ധതി പാളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തടിയന്റെവിടെ നസീർ ജയിലിൽ കിടന്നു തന്നെ മറ്റൊരു നീക്കം നടത്തിയത്. അറസ്റ്റിലായ ജയിലിലെ ഡോക്ടർ നാഗരാജ് മുസ്ലിം യുവാക്കളായ തടവുകാരെ തീവ്രവാദ പ്രവർത്തനത്തിനായി പ്രേരിപ്പിച്ചുവെന്നും ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ജയിലിലെ തടവുകാരെ NIA ചോദ്യം ചെയ്യുകയാണെന്നും NIA-യുടെ കണ്ടെത്തലുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, മത തീവ്രവാദം ജയിലിലും തുടരുന്നയാളാണ് തടിയന്റെവിടെ നസീർ. നേരത്തെയും ഇതിന്റെ വിവരങ്ങൾ വന്നതാണ്. പക്ഷേ ഇപ്പോൾ പുതിയൊരു സംഘത്തെ തന്നെ, ജയിലിലെത്തുന്ന യുവാക്കളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു തീവ്രവാദ സംഘം തന്നെ ഉണ്ടാക്കുകയാണല്ലോ തടിയന്റെവിടെ നസീർ. എന്തൊക്കെയാണ് NIA-യുടെ പുതിയ കണ്ടെത്തലുകൾ? മഞ്ജുഷ, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 2023 സ്ഫോടന പദ്ധതി പരാജയപ്പെട്ടുവെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് തടിയന്റെവിടെ നസീർ ഒരു തരി പോലും പിന്നോട്ട് പോയില്ല എന്നു മാത്രവുമല്ല, കൂടുതൽ സ്ഫോടനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ജയിലിനകത്ത് തടിയന്റെവിടെ നസീർ തുടർന്നുകൊണ്ടേ ഇരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. അതിന് ആരുടെയൊക്കെ സഹായമാണ് ലഭിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത്, ജയിലിനകത്ത് തന്നെ വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന മുസ്ലിം യുവാക്കളെ ആണ് ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി സംഘങ്ങളാക്കി മാറ്റാൻ തടിയന്റെവിടെ നസീർ ശ്രമിച്ചിരുന്നത്. പ്രത്യേകിച്ച് ജീവപര്യന്തം പോലെ വലിയ ശിക്ഷകൾ ലഭിച്ചിട്ടുള്ള തടവ് പുള്ളികൾക്ക് തടവ് ചാടുന്നതിനോ അല്ലെങ്കിൽ അവർ പരോളിൽ ഇറങ്ങുമ്പോഴും മറ്റുമൊക്കെ പുറത്ത് സ്ഫോടന പരമ്പരകൾ നടത്തുന്നതിനും വേണ്ടിയുള്ള നീക്കങ്ങൾ ആയിരുന്നു തടിയന്റെവിടെ നസീറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ തടിയന്റെവിടെ നസീറിന് തീവ്രവാദ പ്രവർത്തനങ്ങൾ ജയിലിനകത്ത് നടത്തുന്നതിന് വേണ്ടി സഹായം എത്തിച്ചു നൽകിയ ജയിലിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ നാഗരാജ്, ASI ആയിട്ടുള്ള ചാൻ പാഷ, തീവ്രവാദ കേസിൽ ഒളിവിൽ പോയ ജുനൈദ് അഹമ്മദിന്റെ മാതാവ് അനീസ് ഫാത്തിമ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ NIA ശേഖരിച്ചിരുന്നു. അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, സൈക്യാട്രിസ്റ്റായ ഡോക്ടർ നാഗരാജ് ഈ മുസ്ലിം യുവാക്കൾക്ക് തടിയന്റെവിടെ നസീറിന് വേണ്ടിയിട്ട് വേറെ തരത്തിലുള്ള, അതായത് സൈക്യാട്രിസ്റ്റ് എന്ന നിലയിൽ ഇവരെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതാണ് ഡോക്ടർ നാഗരാജിന്റെ ഉത്തരവാദിത്തമെങ്കിലും അതിന് വിപരീതമായി കൂടുതൽ മതചിന്തയും തീവ്രവാദ ചിന്തയും ഈ മുസ്ലിം യുവാക്കൾക്കിടയിൽ കുത്തിനിറച്ചു നാഗരാജ് എന്ന തരത്തിലുള്ള സൂചനകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി മറ്റ് തടവുകാരെ അടക്കം NIA ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ജയിലിലെ ASI ആയിരുന്ന ചാൻ പാഷ നേരത്തെ തടിയന്റെവിടെ നസീർ ഉൾപ്പെടെയുള്ളവരുടെ ജയിലിൽ നിന്നുള്ള നീക്കങ്ങൾ, അതായത് കോടതിയിലേക്ക് മറ്റുമൊക്കെ എപ്പോഴാണ് കൊണ്ടുപോകുന്നത്, ആ സമയക്രമം എപ്പോഴാണ് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പലർക്കും ചോർത്തി നൽകിയതായുള്ള വിവരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുസ്ലിം യുവാക്കളുടെ പശ്ചാത്തലമടക്കമുള്ള വിവരങ്ങൾ തീവ്രവാദ സംഘങ്ങൾക്ക് കൈമാറിയിട്ടുണ്ടോ എന്നതും വിശദമായി തന്നെ പരിശോധിച്ചു വരുന്നു. ആരൊക്കെയാണ് ഇത്തരത്തിൽ ജയിലിന് പുറത്ത് നിന്നുകൊണ്ട് ഇവർക്ക് സഹായം എത്തിച്ചത്, ഒപ്പം പരപ്പന അഗ്രഹാര ജയിലിലെ മറ്റ് കൂടുതൽ ഉദ്യോഗസ്ഥർ
ഇതിൽ കണ്ണിയായിട്ടുണ്ടോ, അതോടൊപ്പം ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തടിയന്റെ വിട നസീർ ഉൾപ്പെടെയുള്ളവർ ആരുമായാണ് ആശയവിനിമയം നടത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ NIA വിശദമായി പരിശോധിച്ചു വരുന്നത്. എന്തായാലും ജയിലിന്റെ സുരക്ഷയ്ക്ക് പോലും ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആയിരുന്നു തടിയന്റെ വിട നസീർ തുടർന്നുകൊണ്ട് ഇരുന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് NIAയുടെ അന്വേഷണത്തിൽ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. 2023 ബംഗളൂരുവിൽ സ്ഫോടനം നടത്തുവാനുള്ള ആസൂത്രണം പാളിയിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് പുതിയൊരു സംഘത്തെ രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള ശ്രമം ജയിലിൽ തടിയന്റെ വിട നസീർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് NIAക്ക് കിട്ടിയത്. മറ്റൊരു വാർത്തയിലേക്ക്. അടിയന്തരാവസ്ഥയെ വിമർശിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച് ശശി തരൂർ. മോദി എന്ന വ്യക്തിപ്രഭാവമുള്ള നേതാവിന്റെ നേതൃത്വത്തിൽ കേന്ദ്രീകൃത ഭരണത്തിലും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്നാണ് ശശി തരൂർ പറഞ്ഞത്. ലണ്ടനിലെ ജിൻഡൽ ഗ്ലോബൽ സർവകലാശാലയിൽ നടത്തിയ പരിപാടിയിലായിരുന്നു തരൂരിന്റെ ഈ പരാമർശം. തരൂരിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസക്കാലമായി തരൂർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രതികരണങ്ങൾ നടത്തുമ്പോഴും പാർട്ടി നടപടികളിലേക്ക് നീങ്ങിയിരുന്നില്ല. എന്നാൽ ശശി തരൂർ നടത്തിയ വിവാദ നീക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വവുമായുള്ള അകൽച്ച വർദ്ധിപ്പിച്ചു. ഇനി കോൺഗ്രസിൽ തരൂരിനൊരു ഭാവിയില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് പല പ്രമുഖ നേതാക്കളും. താൻ കോൺഗ്രസുകാരൻ തന്നെയാണെന്ന് ആവർത്തിക്കുകയും ഫലത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകളുമാണ് തരൂർ സ്വീകരിക്കുന്നത്. ഏറ്റവും ഒടുവിലാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി തരൂർ ലേഖനമെഴുതിയത്. ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും കണക്കിന് വിമർശിക്കുന്ന ലേഖനം അവസാനിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്തുതിയോടെയാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്തേക്കാൾ ജനാധിപത്യ ഇന്ത്യയാണ് ഇപ്പോഴെന്ന തരൂർ ലേഖനത്തിലെ പരാമർശം ഫലത്തിൽ BJPക്കുള്ള വാഴ്ത്തുപാട്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ തരൂരിന്റെ കാര്യത്തിൽ ഇനിയും നടപടി വൈകരുതെന്ന ആവശ്യമുയർത്തി പല പ്രമുഖ നേതാക്കളും രംഗത്തെത്തി. ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കും. അദ്ദേഹത്തിന് ഇതിൻ്റെ അത് ശ്വാസം മുട്ടുന്നു, ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരു മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയ അദ്ദേഹം സ്വീകരിച്ചു. അടുത്ത പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകണമെന്ന ആവശ്യവും നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇതിനിടെയാണ് വീണ്ടും തരൂരിന്റെ മോദി സ്തുതി. മോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണെന്നും കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്നുമായിരുന്നു പരാമർശം. കഴിഞ്ഞ ദിവസം ലണ്ടനിലെ ജിൻഡൽ ഗ്ലോബൽ സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് തരൂർ ഈ പരാമർശം നടത്തിയത്. From the centrism, even left-to-centre politics of the Congress Party, to the far more muscular nationalism of the BJP, which places a premium on charismatic leadership and heavily centralized governance. നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നടപടികൾ തുടരുമ്പോൾ തരൂരിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ എന്ത് നടപടി സ്വീകരിക്കുമെന്നതും കണ്ടറിയണം. അതേസമയം അടിയന്തരാവസ്ഥയ്ക്കെതിരായ തരൂരിന്റെ ലേഖനം രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കാനാണ് BJPയുടെ നീക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശശി തരൂർ BJPയിലേക്കെന്ന വാർത്തകൾ തള്ളാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സമയമാകുമ്പോൾ തരൂർ ചെയ്യേണ്ടത് ചെയ്യുമെന്നും അദ്ദേഹം പറയേണ്ടത് പറയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പറയേണ്ടത് പറയും, ചെയ്യേണ്ടത് ചെയ്യും. സമയമാകുമ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് വിശ്വസിക്കുന്നുണ്ട്. അത്തരം സർവേ ഫലങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. 75 വയസ്സ് പിന്നിട്ടവർ വിരമിക്കണമെന്ന RSS മേധാവി മോഹൻ ഭാഗവതിന്റെ വാക്കുകൾ രാഷ്ട്രീയ ചർച്ചയാവുകയാണ്. ഇന്നലെ നാഗ്പൂരിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിലാണ് 75 വയസ്സായവർ പുതിയ ആളുകൾക്ക് വേണ്ടി വഴിമാറി നൽകണമെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞത്. മോദിയെ ഉദ്ദേശിച്ചാണ് മോഹൻ ഭാഗവതിന്റെ പരാമർശം എന്നായിരുന്നു ശിവസേന അടക്കമുള്ള കക്ഷികളുടെ പ്രതികരണം. RSSന്റെ വിശദീകരണം ഇന്ന് ഇതേക്കുറിച്ചുണ്ടായേക്കും. LK അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയ നേതാക്കളെ 75 വയസ്സ് കഴിഞ്ഞപ്പോൾ വിരമിക്കാൻ നിർബന്ധിച്ചത് നരേന്ദ്രമോദിയാണെന്നും സ്വന്തം കാര്യത്തിൽ മോദി അത് നടപ്പാക്കുമോ എന്ന് കണ്ടറിയാം എന്നുമായിരുന്നു സഞ്ജയ് റാവുത്തിന്റെ പ്രതികരണം. കേരള സർവകലാശാലയിൽ ഭരണസ്തംഭനം തുടരുകയാണ്. രജിസ്ട്രാർ KS അനിൽകുമാർ കൈമാറിയ ഫയലുകൾ വൈസ് ചാൻസലർ തിരികെ അയച്ചു. VC നിയമിച്ച രജിസ്ട്രാർ മിനി കാപ്പൻ ഫയലുകളിൽ തീരുമാനമെടുക്കാനും തുടങ്ങി. സർവകലാശാലയുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കാൻ ഇടപെടൽ ആവശ്യപ്പെട്ട് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സർവകലാശാലയിൽ കസേരകളി തുടരുന്നു. സിൻഡിക്കേറ്റിന്റെ അംഗീകാരമുള്ള രജിസ്ട്രാർ അനിൽകുമാർ, VC നിയമിച്ച മിനി കാപ്പൻ. രജിസ്ട്രാർ പദവിയിൽ സർവകലാശാലയിൽ 2 പേർ.
ആരുടെ ഉത്തരവ് അനുസരിക്കണമെന്ന ആശയക്കുഴപ്പത്തിലാണ് ഉദ്യോഗസ്ഥർ. അനിൽകുമാർ ഒപ്പിടുന്ന ഫയലുകൾ മാറ്റിവെക്കണമെന്ന് ഇന്നലെ തന്നെ VC മോഹനൻ കുന്നുമ്മൽ നിർദ്ദേശം നൽകിയിരുന്നു. ചില ഫയലുകൾ അദ്ദേഹം തിരിച്ചയക്കുകയും ചെയ്തു. എന്നാൽ ഇന്നും അനിൽകുമാർ ഓഫീസിലെത്തി. സാറ് കൈകാര്യം ചെയ്യുന്ന ഫയലുകൾ ഒന്നും തന്നെ തുടർ നടപടിക്ക് വിധേയമാക്കേണ്ട എന്നുള്ളൊരു നിർദ്ദേശമാണ് VC നൽകിയിരിക്കുന്നത്. VC നിയമിച്ച രജിസ്ട്രാർ മിനി കാപ്പനും ഫയലുകൾ പരിശോധിച്ചു തുടങ്ങി. ഇവരിലൂടെ സർവകലാശാലാ ഭരണത്തിൽ സ്വാധീനമുറപ്പിക്കാനാണ് VCയുടെ ശ്രമം. എന്നാൽ മോഹനൻ കുന്നുമ്മൽ ഇന്നും സർവകലാശാല ആസ്ഥാനത്തെത്തിയില്ല. VCയുടെ നിർദ്ദേശപ്രകാരമാണ് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. സർവകലാശാലയിൽ ഭരണസ്തംഭനമാണ്. ഓഫീസ് കയ്യേറിയ രജിസ്ട്രാർ ഫയലുകൾ കടത്തിക്കൊണ്ടുപോകുമെന്ന ആശങ്കയുണ്ട്. സുരക്ഷാ വിഭാഗം പരാജയപ്പെട്ടതിനാൽ കേന്ദ്രസേനയുടെ സേവനം വിട്ടുനൽകണമെന്നും ആവശ്യമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കീം പരീക്ഷാ വിവാദങ്ങൾക്കിടെ പ്രവേശന നടപടികളിലേക്ക് സർക്കാർ കടന്നു. പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള കോളേജ് ഓപ്ഷൻ ഇന്നു മുതൽ നൽകാൻ കഴിയും. കീം ഫോർമുല മാറ്റത്തിൽ മന്ത്രിസഭയിലും എതിർപ്പുണ്ടായിരുന്നതായുള്ള വിവരവും പുറത്തുവന്നിട്ടുണ്ട്. കീം ആദ്യ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് പഴയ ഫോർമുല പിന്തുടർന്ന് പുതിയ റാങ്ക് ലിസ്റ്റ് സർക്കാർ ഇന്നലെ രാത്രിയാണ് പ്രസിദ്ധീകരിച്ചത്. സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്നായിരുന്നു ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്. പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും തുടർന്നുള്ള പ്രവേശന നടപടികൾ സ്വീകരിക്കുക. കോളേജ് ഓപ്ഷൻ ഇന്നു മുതൽ നൽകാൻ കഴിയും. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഉടൻ ഇറങ്ങും. എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാനായിരുന്നു സർക്കാർ ശ്രമമെന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിലൂടെ ഒരു കുട്ടിക്കും തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് നഷ്ടമുണ്ടാകരുത് എന്ന് കരുതി സതുദ്ദേശപരമായി ചെയ്ത കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഏതാനും വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചു. സിംഗിൾ ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചു. ഡിവിഷൻ ബെഞ്ച് ആ വിധിയുടെ മേലെ അഭിപ്രായം പറയുന്നില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് പിന്നെ സമയം വൈകിക്കാതെ നിലവിലുള്ള, അതായത് 2011 മുതൽ ഫോളോ ചെയ്യുന്ന ആ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ലിസ്റ്റ് പുറത്തുവിടുകയാണ് ഉണ്ടായത്. അതായത് ഇനിയും അഡ്മിഷൻ പ്രക്രിയ വൈകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇന്നലെ തന്നെ ലിസ്റ്റ് പുറത്ത് വിട്ടത്. അതേസമയം സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. കുട്ടികളുടെ ഭാവി ആശങ്കയിലാക്കി ആർക്ക് വേണ്ടിയാണ് പ്രോസ്പെക്ടസിൽ ഭേദഗതി വരുത്തിയതെന്നും ഇതിലൂടെ പരീക്ഷാഫലം അട്ടിമറിക്കപ്പെട്ടുവെന്നുമാണ് വിമർശനം. കിം പരീക്ഷയുടെ ഫലം അവസാന ഘട്ടത്തിൽ പ്രോസ്പെക്ടസ് തിരുത്തി എത്രയോ കുട്ടികളുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിലായത്. എന്നിട്ടും ഇപ്പോഴും ന്യായീകരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഇങ്ങനെ ഈ പ്രോസ്പെക്ടസിൽ ഭേദഗതി വരുത്തരുത് എന്നാണ് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തത്. വിദ്യാർത്ഥികളാണ് വേണ്ട സ്ഥലത്ത് അഡ്മിഷൻ, വേണ്ട സ്ഥലത്ത് അവരുടെ പ്രീ പ്ലാനിങ് എല്ലാത്തിനെയും ബാധിക്കുന്ന തരത്തിലുള്ള വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയതിന് ഗവൺമെന്റാണ് ഉത്തരവാദി. അതേസമയം ഫോർമുല മാറ്റം ഇത്തവണ വേണമോ എന്ന അഭിപ്രായം മന്ത്രിമാർക്കുണ്ടായിരുന്നു. ഇക്കാര്യം മന്ത്രിസഭാ യോഗത്തിൽ ചില മന്ത്രിമാർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. സർക്കാരിന്റേത് തിടുക്കപ്പെട്ട നടപടിയാണെന്ന ആക്ഷേപത്തിനിടെയാണ് മന്ത്രിമാർ തന്നെ സംശയം ഉന്നയിച്ചെന്ന വിവരം കൂടി പുറത്തുവന്നത്. അതേസമയം മന്ത്രി ആർ ബിന്ദുവിന് നേരെ കരിങ്കൊടി കാണിച്ച KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലെ കർഷകർക്ക് സൗരോർജ്ജ പമ്പുകൾ നൽകാനുള്ള കേന്ദ്ര പദ്ധതിയായ PM കുസും പദ്ധതിയിൽ വൻ അഴിമതിയെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. പദ്ധതിയിൽ 100 കോടിയിൽ പരം രൂപയുടെ അഴിമതിയാണ് നടന്നത്. അനർട്ട് CEO നിയമനത്തിലും കള്ളക്കളിയുണ്ടെന്നും നിയമസഭാ സമിതി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. കേരളത്തിലെ സാധാരണക്കാരായ കർഷകർക്ക് സൗരോർജ്ജ പ്ലാന്റുകൾ നൽകാനുള്ള കേന്ദ്ര പദ്ധതിയാണ് PM കുസും എന്ന പദ്ധതി. എന്നാൽ ഈ പദ്ധതി വൻ വെട്ടിപ്പും അഴിമതിയുടെയും കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ദൗർഭാഗ്യവശാൽ അത് അനർട്ട്, അഴിമതിക്കും കൊള്ളയ്ക്കും വേണ്ടി ഇത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വൈദ്യുതി മന്ത്രിയാണ് ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ കള്ളക്കളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈദ്യുതി മന്ത്രിയും അനർട്ടിന്റെ സിഇഒയും ചേർന്ന്
240 കോടി രൂപയിൽ 100 കോടി രൂപയുടെ അഴിമതിക്കാണ് ഇവിടെ കളമൊരുക്കിയത്. PM കുസും പദ്ധതിയിൽ അഴിമതിയെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിനെതിരെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി. അഴിമതി തെളിയിക്കാൻ ചെന്നിത്തലയെ വെല്ലുവിളിക്കുന്നുവെന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞു. വകുപ്പുതല അന്വേഷണം പൂർത്തിയായാൽ മറ്റന്വേഷണം വേണോ എന്ന് പരിശോധിക്കും. 15 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. അനർട്ട് CEO നരേന്ദ്രനാഥ് വേലൂരി നല്ല ഉദ്യോഗസ്ഥനാണെന്നും മന്ത്രി പറഞ്ഞു. അത് തെളിയിക്കാനാണ് ഞാൻ രമേശിനെ വെല്ലുവിളിക്കുന്നത്. കാരണം ഏത് റെക്കോർഡ് വേണം അദ്ദേഹമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ്. നമുക്ക് കാണിച്ചിട്ട് നമുക്ക് ആ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുറ്റം ഏറ്റെടുക്കാനും തയ്യാറാണ്. നമ്മുടെ ജീവിതത്തിൽ വേറൊന്നുണ്ടെങ്കിലും അഴിമതിയെക്കുറിച്ചിട്ട് ഒരു ചളി പൊഴാൻ നമ്മൾ സമ്മതിച്ചില്ല. നമ്മളിനി പ്രായമായ കാലത്ത് ഇനി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഗൗരവമുള്ള വിഷയം വിശദമായി അന്വേഷിച്ച് സമഗ്രമായ റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. കൂടാതെ വിവിധ പ്രവൃത്തികളിലെ ടെൻഡറുകളിലെ അഴിമതി എന്ന വാർത്തകളെക്കുറിച്ച് മുമ്പ് നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ടിലും ഉടൻ തന്നെ സമർപ്പിക്കാൻ വേണ്ടി ഊർജ്ജ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഞാൻ കത്ത് കൊടുത്തു കഴിഞ്ഞു. 15-ാം തീയതി അദ്ദേഹം ഡൽഹിയിലാണ്. 15-ാം തീയതി അദ്ദേഹം വന്ന ശേഷം ചർച്ച ചെയ്ത് എന്ത് നടപടി, ഇതൊരു ജനാധിപത്യമാണല്ലോ, ചില നടപടിക്രമങ്ങളുണ്ടല്ലോ, എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ള ശക്തമായ നടപടി ഉണ്ടാകും. ഒരാളെയും സംരക്ഷിക്കുന്ന ഒരു പ്രവൃത്തിയും ഉണ്ടാവില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാത്രി 10 മണിയോടെ തിരുവനന്തപുരത്തെത്തും. നാളെ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. പുത്തരിക്കണ്ടം മൈതാനത്തെ പൊതുയോഗത്തിലും BJP ഭാരവാഹി യോഗത്തിലും പങ്കെടുക്കും. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന അമിത്ഷാ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ദർശനം നടത്തി രാത്രിയോടെ ഡൽഹിക്ക് മടങ്ങും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം അടക്കം എല്ലായിടത്തും ജില്ലകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ മതിയെന്ന ആവശ്യം മുസ്ലിം ലീഗിൽ ശക്തമാവുകയാണ്. സുരക്ഷിത മണ്ഡലങ്ങളിലേക്ക് നേതാക്കളെ കെട്ടിയിറക്കാനുള്ള നേതൃത്വത്തിന്റെ നീക്കങ്ങൾക്ക് തടയിടുകയാണ് ലക്ഷ്യം. മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ നിന്നാണ് ആവശ്യം ശക്തമായി ഉയരുന്നത്. ശക്തിയുള്ള മണ്ഡലങ്ങളിൽ അനിവാര്യരായ നേതാക്കളെ കൊണ്ടുവന്ന് ജയിപ്പിക്കുക എന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അനുവർത്തിക്കുന്ന ഒരു നയമാണ്. മുസ്ലിം ലീഗിൽ ഇത് മറ്റുള്ളവരെക്കാൾ പ്രകടവുമാണ്. ഉത്തരേന്ത്യയിൽ നിന്നും വന്ന് മലയാളം പോലും അറിയാത്ത നേതാക്കളെ ഒരു ആചാരം പോലെ പാർലമെന്റിലെത്തിക്കുന്ന ശൈലിയിൽ നിന്നും മുസ്ലിം ലീഗ് മുക്തമായിട്ട് ഏറെക്കാലമൊന്നുമായിട്ടില്ല. എന്നാൽ മറ്റു ജില്ലകളിൽ നിന്ന് നേതാക്കളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുന്നത് മറ്റു പാർട്ടികളെക്കാൾ മുസ്ലിം ലീഗ് അനുവർത്തിക്കുന്നുമുണ്ട്. 1995-ൽ AK ആന്റണിയെ തിരൂരങ്ങാടിയിൽ നിന്ന് നിയമസഭയിലെത്തിച്ച ചരിത്രം കൂടിയുണ്ട് മുസ്ലിം ലീഗിന്. കണ്ണൂരിൽ നിന്നെത്തി താനൂരിൽ നിന്ന് പലവട്ടം വിജയിച്ച E. അഹമ്മദും മലപ്പുറത്ത് നിന്നും നിയമസഭയിലെത്തിയ A. യൂനസ് കുഞ്ഞും മങ്കട നിന്നും ജയിച്ച് നിയമസഭ കണ്ട അഹമ്മദ് കബീറും തിരൂരിനെ 2 വട്ടം പ്രതിനിധീകരിച്ച C. മമ്മൂട്ടിയും മലപ്പുറത്ത് നിന്നും നിയമസഭയിലെത്തിയ MK മുനീറും അഴീക്കോടിന്റെ സാമാജികനായിരുന്ന KM ഷാജിയുമെല്ലാം മുസ്ലിം ലീഗ് അനുവർത്തിച്ച അനിവാര്യത നയത്തിന്റെ ഗുണം നേടിയവരാണ്. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരവും മണ്ണാർക്കാട് MLA N. ഷംസുദ്ദീനും നിലവിൽ ഇതുപോലെ വന്നു നിന്ന് ജയിച്ചവരാണ്. ഇത്തവണ ഇതിനൊരു മാറ്റം വരണമെന്ന ആവശ്യമാണ് ലീഗിനുള്ളിൽ നിന്ന് ഉയരുന്നത്. അതത് ജില്ലകളിലെ നേതാക്കൾ മതി മത്സരിക്കാനെന്ന ആവശ്യമാണ് ചർച്ചകളിൽ സജീവമാകുന്നത്. അഭിപ്രായങ്ങൾക്ക് അപ്പുറത്ത് ഇത് അത്ര പ്രായോഗികമായ കാര്യമാണെന്ന് ലീഗ് നേതൃത്വം അഭിപ്രായപ്പെടുന്നില്ല. പലപ്പോഴും പ്രാതിനിധ്യത്തിനും പോരാടി ജയിച്ചു കയറാനുമെല്ലാം അതത് ജില്ലകളിൽ നിന്നുള്ളവരെ മത്സരിപ്പിച്ചാൽ മാത്രം കഴിയണമെന്നില്ല. സിറ്റിംഗ് സീറ്റ് അല്ലാത്തിടത്ത് ജയിച്ചു കയറാൻ സാധ്യതയുള്ളവരെ പരിഗണിക്കുമ്പോൾ പ്രാദേശിക വികാരം കണക്കിലെടുത്ത് തീരുമാനമെടുക്കാനുമാകില്ല. താനൂരിൽ PK ഫിറോസ് മത്സരിച്ചതും ഗുരുവായൂരിൽ KN ഖാദറിന് അവസരം നൽകിയതുമെല്ലാം ഈ നയം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ജില്ലയിൽ നിന്നുള്ളവർ മത്സരിക്കണമെന്ന അഭിപ്രായങ്ങൾക്ക് ചർച്ചകൾക്കപ്പുറത്ത് ആയുസ്സുണ്ടാകുമോ എന്നത് കണ്ടു തന്നെ അറിയണം. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. സ്കൂൾ സമയമാറ്റത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് സമസ്ത. മുന്നോട്ട് വെച്ച ആവശ്യം ചർച്ച പോലുമില്ലാതെ സർക്കാർ തള്ളിക്കളഞ്ഞത് സമസ്തയ്ക്കുള്ളിൽ കനത്ത അമർഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രഖ്യാപിത സമരത്തിനപ്പുറം മറ്റ് സമരമുറകൾ വേണ്ടിവരുമോ എന്ന ആലോചനകളും സമസ്തയിലുണ്ട്. സമസ്തയുടെ കീഴിലുള്ള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സമരപ്രഖ്യാപനം നടത്തിയിട്ടും ചർച്ചയ്ക്കില്ലെന്ന സർക്കാർ നിലപാട് വെല്ലുവിളിയാണെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. മദ്രസ തല പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ച് ഓഗസ്റ്റിൽ കളക്ടറേറ്റ് മാർച്ചും സെപ്റ്റംബറിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഏകപക്ഷീയമായി അടച്ചതോടെ സമരമുറകൾ മാറ്റേണ്ടി വരുമെന്ന് നേതാക്കൾ പറയുന്നു. കോടതിയിൽ പഴിചാരിക്കൊണ്ട് ഗവൺമെന്റ് ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് ഒളിച്ചോടാൻ പാടില്ല. സ്കൂൾ സമയമാറ്റം സംഭവിക്കുക വഴി സംഭവിക്കുന്നത് മുസ്ലിം സമുദായത്തിൻ്റെത് മാത്രമല്ല,
മറ്റു മതവിഭാഗങ്ങളുടെയും പല ജനങ്ങളുടെയും മൗലികമായ അവകാശങ്ങളിൽ പോലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പ്രക്ഷോഭവുമായി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം മതപഠനത്തെ തടസ്സപ്പെടുത്തുന്നു എന്നതുകൊണ്ടാണ്. സമസ്ത ഉൾപ്പെടെയുള്ള മതസംഘടനകളെയും അധ്യാപക സംഘടനകളെയും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സംഘടനകളുടെയും സംയുക്തമായി യോഗം ചേർന്നുകൊണ്ട് ചർച്ചയ്ക്കിരിക്കുക എന്നതാണ് ഈ വിഷയത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ടത്. സമയമാറ്റ വിഷയത്തിൽ സാമുദായിക സംഘടനകളെ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. ചർച്ച ചെയ്ത ആശങ്കകൾ പരിഹരിച്ചു വേണം തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ. അരമണിക്കൂർ സമയം കൂട്ടണമെങ്കിൽ അതിന് മാർഗം എന്താണെന്നുള്ള അവരോട് ചർച്ച ചെയ്തു. ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനം എടുത്തതിലാണ് അവർക്ക് എതിർപ്പ്. അതാണ് ജനാധിപത്യമല്ലാത്ത രീതി. മുസ്ലിം ലീഗ് സ്പോൺസേഡ് സമരമെന്നായിരുന്നു സമയമാറ്റ സമരത്തിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ നിലപാട്. എന്നാൽ വിഷയത്തിൽ ചർച്ചയേ ഇല്ലെന്ന നിലപാടിൽ സർക്കാർ എത്തിയതോടെ സമസ്തയ്ക്കുള്ളിൽ അഭിപ്രായ ഐക്യത്തിനുള്ള സാധ്യതകൾ തെളിയുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. വി ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പുതിയ പതിപ്പ് സെൻസർ ബോർഡിന് നൽകി. സിനിമയുടെ 2 ഇടങ്ങളിൽ ജാനകി എന്ന പേര് പരാമർശിക്കുന്ന ഭാഗങ്ങളും കോടതി രംഗത്തിലെ സംഭാഷണവും മ്യൂട്ട് ചെയ്താണ് പുതിയ പതിപ്പ് നൽകിയത്. ഈ സാഹചര്യത്തിൽ പ്രദർശനാനുമതി നൽകിക്കൊണ്ടുള്ള സെൻസർ ബോർഡ് തീരുമാനം ഉടനുണ്ടാകും. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പക്ഷേ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല. ഞാനും പറയണോ മോനെ, നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണോ? ഞാൻ അതിനുവേണ്ടിയാണോ? തഴുകിയതേ ഉള്ളൂ, തട്ടിയൊന്നുമില്ല. വിവാദങ്ങൾക്കിടെ സെൻസർ ബോർഡിനോട് ആൺ പെൺ ദൈവങ്ങളുടെ പട്ടിക ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ മുംബൈ സെൻസർ ബോർഡ് ആസ്ഥാനത്ത് വിവരാവകാശ അപേക്ഷ നൽകി. തുടങ്ങാനിരിക്കുന്ന തന്റെ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പേരിടുമ്പോൾ ജാഗ്രത കാണിക്കാനാണെന്നും അപേക്ഷയിൽ പറയുന്നുണ്ട്. കൊച്ചിയിൽ ലഹരി കേസിൽ പിടിയിലായ യൂട്യൂബർ റിൻസി മുംതാസ് സിനിമാ പ്രൊമോഷന്റെ മറവിൽ ലഹരി മരുന്ന് കടത്തിയതായി കണ്ടെത്തി. ലഹരി ഇടപാടുകൾക്ക് സിനിമാ ബന്ധങ്ങൾ ഉപയോഗിച്ചതായി അന്വേഷണ സംഘത്തിന് വിവരം കിട്ടിയിട്ടുണ്ട്. റിൻസിയെയും ആൺസുഹൃത്തിനെയും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പാലച്ചുവടിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് 10 മാസമായി പ്രതികൾ ലഹരി ഇടപാടുകൾ നടത്തുന്നുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. സിനിമാ മേഖലയിലുള്ളവർ നിരന്തരം ഈ ഫ്ളാറ്റിലെത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തി. ബംഗളൂരുവിൽ നിന്നും എത്തിക്കുന്ന ലഹരി മരുന്ന് പാക്ക് ചെയ്തിരുന്നത് ഫ്ളാറ്റിൽ വെച്ചാണെന്നും ആവശ്യക്കാർ അവിടെ എത്തി ലഹരി മരുന്ന് കൈപ്പറ്റിയതായും പ്രതികൾ പോലീസിന് മൊഴി നൽകി. ലഹരി വാങ്ങാൻ യാസറിന് പണം നൽകിയിരുന്നത് റിൻസിയാണ്. പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ഉപഭോക്താക്കൾക്ക് മയക്കുമരുന്നിന്റെ ചിത്രങ്ങൾ വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുന്നതിന്റെ തെളിവുകളും ലഭിച്ചു. ലഹരി കച്ചവടത്തിനായി കൈകാര്യം ചെയ്തിരുന്നത് 75-ലധികം വാട്സപ്പ് ഗ്രൂപ്പുകളാണ്. റിൻസിയെയും യാസറിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. റിൻസി നടത്തിയത് ലക്ഷങ്ങളുടെ ലഹരി കച്ചവടമാണെന്നാണ് പോലീസ് പറയുന്നത്. വയനാട്ടിൽ നിന്നും ലഹരിയുമായി പിടിയിലായ സംഘമാണ് റിൻസിയെക്കുറിച്ചുള്ള വിവരം പോലീസിന് കൈമാറിയത്. അതേസമയം റിൻസി തന്റെ മാനേജറാണെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് നടൻ ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. കാരണവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകി ഗവർണറുടെ ഉത്തരവ്. ഷെറിൻ ഉൾപ്പെടെ ജീവപര്യന്തം തടവ് ശിക്ഷ പൂർത്തിയാക്കിയ 11 പേരെ വിട്ടയക്കാനുള്ള സർക്കാരിന്റെ ശുപാർശ ഗവർണർ അംഗീകരിക്കുകയായിരുന്നു. മാനുഷിക പരിഗണന, കുടുംബിനി എന്ന പരിഗണന തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് ഷെറിനെ മോചിപ്പിക്കാൻ അനുമതി നൽകിയെന്ന് രാജ്ഭവൻ വ്യക്തമാക്കി. പാലച്ചുവടിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് 10 മാസമായി പ്രതികൾ ലഹരി. ചെങ്ങന്നൂർ കാരണവേഴ്സ് വില്ലയിലെ ഭാസ്കര കാരണവർ 2009 നവംബർ 8-നാണ് കൊല്ലപ്പെട്ടത്. കാരണവരുടെ മകന്റെ ഭാര്യ ഷെറിനായിരുന്നു കേസിലെ പ്രധാന പ്രതി. ഷെറിന്റെ പുരുഷ സുഹൃത്ത് ബാസിത്ത് അലി, നിതിൻ, ഷാനു റഷീദ് എന്നിവർ കൂട്ടുപ്രതികളും. മാവേലിക്കര ഫാസ്റ്റ് ട്രാക്ക് കോടതി 4 പ്രതികളെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയവരെ വിട്ടയക്കുന്ന കൂട്ടത്തിലായിരുന്നു സർക്കാർ ഷെറിനെയും ഉൾപ്പെടുത്തിയത്. ജനുവരി 28-ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം മാസങ്ങൾക്കു ശേഷം രാജ്ഭവന് കൈമാറി. മോചന പട്ടികയിലുള്ളവരുടെ കുറ്റകൃത്യ പശ്ചാത്തലം, പരോൾ കണക്ക് എന്നിവ വ്യക്തമാക്കുന്ന പെർഫോമ നൽകാൻ രാജ്ഭവൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതുകൂടി പരിശോധിച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസം ഗവർണർ ഫയലിൽ ഒപ്പിട്ടത്. ഒരു മന്ത്രിയുടെ ഉൾപ്പെടെ താൽപര്യം ഷെറിന്റെ മോചന നീക്കത്തിന് പിന്നിലുണ്ടെന്ന വിമർശനം ശക്തമായിരുന്നു. ജയിലിൽ നല്ല നടപ്പുള്ളവരെയാണ് സാധാരണ ഇളവുകൾക്ക് പരിഗണിക്കുന്നത്. ജയിലിലും നല്ല പേരായിരുന്നില്ല ഷെറിൻ കാരണവർക്ക്. ആഡംബര ജീവിതവും ജയിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തലും സഹതടവുകാർക്കെതിരെ കയ്യേറ്റവും ഉൾപ്പെടെ പരാതികളും കേസുകളും നിരവധി ഷെറിനെതിരെ ഉണ്ടായി. പലവിധ പരോളുകളിലായി 450 ദിവസം ഷെറിൻ ജയിലിന് പുറത്തുമായിരുന്നു. ആദ്യം പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്ന ഷെറിൻ പല ജയിലുകൾ മാറി ഇപ്പോൾ കണ്ണൂർ വനിതാ ജയിലിലാണ്.
ന്യൂസ് 18 തിരുവനന്തപുരം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഭർത്താവ് ടോമി തോമസ്. ഇന്നലെയും നിമിഷയുമായി സംസാരിച്ചിരുന്നു. സർക്കാരും മറ്റുള്ളവരും നടത്തുന്ന ശ്രമങ്ങളിൽ വിശ്വാസമുണ്ടെന്നും ടോമി ന്യൂസ് 18നോട് പറഞ്ഞു. ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നുള്ള ഒരു ധൈര്യവും അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇടപെടൽ ചെയ്യും എന്നുള്ളതാണ് ഗവർണർ സാർ ഞങ്ങൾക്ക് തന്നേക്കുന്ന വാക്ക്. കാലതാമസങ്ങൾ വരുന്നതിൻ്റെ ഒരു കാരണം ചോദിച്ചാൽ വേറെ ഒന്നുമല്ല. യമനിലെ യുദ്ധമാണ്, എംബസിയില്ല, ഗവൺമെൻറ് ഇല്ല. അതുപോലെ ഒരു ഇന്ത്യയും യമനും തമ്മിൽ അത്ര മാത്രമുള്ള ഒരു നയതന്ത്ര ബന്ധങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലുള്ളൊരു ഉണ്ട്. എന്നാൽ ആളുകൾ എല്ലാവരും ഇതിൻ്റെ അത് അതികഠിനമായ ഹാർഡ് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അതിൽ ബ്ലഡ് മണിയുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അത് അവർ പറയുമ്പം അതിനനുസരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പാലക്കാട് നാട്ടുകൽ സ്വദേശിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. യുവതി വെന്റിലേറ്ററിലാണ്. യുവതിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരെല്ലാം നെഗറ്റീവാണ്. അതേസമയം മലപ്പുറം ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഉണ്ടായിട്ടില്ല. കണ്ടെയ്ൻമെന്റ് സോണുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ജില്ലയിലെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പിൻവലിച്ചു. ഇടുക്കി ചിന്നക്കനാലിൽ കടുവയുടെ സാന്നിധ്യം. കൊളുക്കുമല ടൂറിസം മേഖലയ്ക്ക് സമീപത്ത് തമിഴ്നാട് അധീന മേഖലയിലാണ് കടുവയെ കണ്ടെത്തിയത്. സഞ്ചാരികൾ എത്തുന്ന പ്രദേശത്ത് നിന്ന് അധികം ദൂരത്തല്ലാത്തതിനാൽ കടുവയെ കണ്ടത് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. പുൽമേടുകൾ ചിത്രീകരിക്കുന്നതിനിടെ ടൂറിസം മേഖലയിൽ ജോലി ചെയ്യുന്ന റിയാസിന്റെ മൊബൈൽ ഫോണിലാണ് കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,075, പവന് 72,600. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,480, പവന് 59,840. വെള്ളി ഗ്രാമിന് 120, കിലോയ്ക്ക് 1,20,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഹരികൃഷ്ണൻ ചേരും.